അടുത്തടുത്ത് ആഴ്ചകൾ വ്യത്യാസത്തിൽ 2 ചരക്ക് കപ്പൽ അപകടങ്ങൾ കേരള തീരത്ത് ഉണ്ടായത് വലിയ ചർച്ച ആയിരിക്കുകയാണ്. ആദ്യം മെയ് അവസാന ആഴ്ചയിലെ MSC എൽസ എന്ന് പറയുന്ന ഫീഡർ വെസൽ കപ്പൽ വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന വഴി ആലപ്പുഴയ്ക്കടുത്ത് പുറംകടലിൽ മുങ്ങിയ സംഭവം. MSC എൽസ വളരെ പഴക്കമുള്ള കപ്പലായിരുന്നു. അത് ഉണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കണ്ടെയ്നറുകൾ, ഭൂരിപക്ഷവും കണ്ടെയ്നറുകളെല്ലാം ഒഴുകി കേരള തീരത്ത് എത്തി. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ദിവസം മുമ്പ് മറ്റൊരു കപ്പൽ തൈവാനിൽ രജിസ്റ്റർ ചെയ്ത് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NV വാൻഹായ് എന്ന് പറയുന്ന കപ്പൽ 650 കണ്ടെയ്നർ ശേഷിയുള്ള ശേഖരിച്ചു വന്ന ഈ കപ്പൽ കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് വളരെ അകലെ പുറംകടലിലാണ് ഇത് സ്ഫോടനമുണ്ടായി, അല്ല തീപിടുത്തത്തിൽ അതിൻ്റെ ഘട്ടങ്ങൾ ഇപ്പോഴും തീ അടയ്ക്കാൻ കഴിയാതെ ഇങ്ങനെ ഒരു അപകടസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിഷലിപ്തമായ രാസവസ്തുക്കളും അതുപോലെ മറ്റ് ഇതൊക്കെ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് നമ്മുടെ കേരള തീരത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇതിൻ്റെ മറുവശം, ഇതിനെ ഇങ്ങനൊരു ദുരന്തം, 2 ദുരന്തങ്ങളുണ്ടായി, അതിനെ വിഴിഞ്ഞുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിഴിഞ്ഞത്തിനെതിരെയും കേരളത്തിനെതിരെയും കേരള സർക്കാരൊന്നും ചെയ്യുന്നില്ല എന്ന രൂപത്തിലുമൊക്കെ ഒരു വലിയ കാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത്. ഇനി ഇപ്പം ആദ്യത്തെ കപ്പൽ കൊളംബും MSC എൽസ പിന്നെ വിഴിഞ്ഞത്തൂന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്കാണ് ആലപ്പുഴ തീരത്ത് കേരളത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽ നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ 12 നോട്ടിക്കൽ മൈൽ വരെയാണ് സംസ്ഥാനത്തിൻ്റെ സമുദ്ര അതിർത്തി എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് പിന്നെ സംസ്ഥാനത്തിന് അധികാര പരിധി ഇല്ലാത്ത കടലാണ്. അവിടെ നമുക്കൊന്നും ഇടപെട്ട് ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിന് സാധിക്കത്തില്ല. അപ്പോൾ അത് പിന്നെ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യ അപകടം കേരളത്തിൻ്റെ നോട്ടിക്കൽ മൈൽ പരിധിക്ക് ഉള്ളിൽ നടന്നെങ്കിൽ രണ്ടാമത്തെ നടന്നിരിക്കുന്നത് കേരള തീരത്തു ഏതാണ്ട് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ്. നമ്മുടെ പരിധി ഇതുവരെയുള്ള അറിവനുസരിച്ച് 12 നോട്ടിക്കൽ മൈലാണ് നമ്മുടെ സമുദ്ര അതിർത്തി പരിധി. ഇത് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിൻ്റെ വഴിയും കേരളത്തിനും LDF സർക്കാരിനും പിണറായി സർക്കാരിനുമാണ് ഇപ്പോൾ മാധ്യമങ്ങളും മാപ്രകൾ വെച്ച് ചാർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്ന് പറയുന്നത്, ഒരു സംഭവം ഉണ്ടായ അതിനെപ്പറ്റി നെഗറ്റീവ് വാർത്തകൾ പരമാവധി അതിനെ പിന്നെ പർവ്വതീകരിച്ചിട്ട് ബലൂൺ പോലെ ആക്കി വീർപ്പിച്ചിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അത് ഒരു വിഷയം. അപ്പോൾ ഈ 2 അപകടങ്ങൾ വിഴിഞ്ഞത്തിനെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള ഈ കരക്കമ്പികൾ വരുന്നുണ്ട്. ഇതിനകത്തൊന്നും ഇതുവരെ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ ഇതിനകത്തൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിനെ വിഴിഞ്ഞത്തിനെതിരെ ഒരു ആയുധമാക്കി പ്രയോഗിക്കാനുള്ള വലിയൊരു നീക്കം മാധ്യമ രംഗത്തു നിന്നും അതേപോലെ സ്ഥാപിത താല്പര്യക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കാണുക. ഇത് ഒരു വശം. ഇനി ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാദം ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ വിഴിഞ്ഞം കമ്മീഷനിങ് കഴിഞ്ഞു, മെയ് 2 കമ്മീഷൻ കഴിഞ്ഞു, ഇപ്പോൾ 1 മാസം കഴിയുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഐറിന കഴിഞ്ഞ ദിവസം അവിടെ ബർത്ത് ചെയ്തു വിഴിഞ്ഞത്ത്. ആ ഐറിനയെ പിന്നെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. വിസിൽ MD, കേരള സർക്കാരിൻ്റെ ഈ വിഴിഞ്ഞം കമ്പനിയുടെ MD ആയ ദിവ്യസ് അയ്യരും സംഘവും ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ, മലയാളി ക്യാപ്റ്റൻ കൂടിയായ MSC ഐറിനയുടെ വില്ലി ആന്റണിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ കേരളം അതിന് മാന്യമായ ഒരു സ്വീകരണം ഈ ഒരു ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിന് കൊടുത്തിട്ടുണ്ട്. ഇതേപ്പറ്റി ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞ ദിവസം ഒക്കെ. അവിടെയും നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഈ ദേശീയ മാധ്യമങ്ങൾ നല്ല രീതിയിൽ MSC ഐറിനയുടെ വരവോട് ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ട് ലോകത്തിലെ അൾട്രാ വെസൽ കാറ്റഗറിയിൽപ്പെടുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറിന വന്നത്, വിഴിഞ്ഞത്തടുത്തത്, ഇതുവരെ കൊളംബോയിൽ പോലും അടുക്കാത്ത ഈ കപ്പൽ വിഴിഞ്ഞത്തടുത്തതിനെ ദേശീയ മാധ്യമങ്ങൾ നല്ല പ്രാധാന്യത്തോടെ ന്യൂസ് അവർ ചർച്ചയൊക്കെ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അവിടെ ഒരു കാര്യം, ആ റിപ്പോർട്ടിംഗ് രീതി കണ്ടപ്പോൾ തോന്നിയത്, ദേശീയ മാധ്യമങ്ങളുടെ രീതി കണ്ടപ്പോൾ തോന്നിയത്, കേരളത്തിലെ മാപ്രകൾ ചെയ്യുന്ന പോലെ തന്നെ
ഇത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖമാണെന്നും കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് വെറും നാമമാത്രമായ പങ്ക് മാത്രമേ ഉള്ളൂവെന്നും അദാനി ഇതിന്റെ നടത്തിപ്പുകാരനാണെന്നും ഇത്ര വർഷത്തേക്കാണ് ഇതിന്റെ കരാറെന്നും ഇത് കേരളത്തിന്റെ സ്വന്തം തുറമുഖമാണെന്നുമുള്ള ഒരു വാർത്തയും ഈ ചർച്ചയിൽ ഒരു കാര്യമേ വരുന്നില്ല. അവരെല്ലാം പറയുന്നത് അദാനി പോർട്സ് എന്നാണ്. അദാനിയുടെ തുറമുഖം എന്താ? ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട്, ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നു. ഇന്ത്യ കുതിക്കുന്നു. അദാനിയുടെ സ്വന്തം. അദാനി ആരാണ്? മോദിയുടെ സ്വന്തം. അപ്പൊ എന്താണ്? കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ചങ്ങായി അദാനി നടത്തുന്ന പോർട്ട് വിഴിഞ്ഞം തുറമുഖം അത്ഭുതം, വലിയ കപ്പലെത്തിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അവിടെ ഒരു തരി പോലും, ഒരു വാക്ക് പോലും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ കേരള സർക്കാർ മുൻകൈയെടുത്ത് തുടങ്ങിയ പ്രോജക്റ്റാണ് ഇത്. കേരള ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലാണ് ഇതുള്ളത്. ഇത്ര വർഷത്തേക്കാണ് നടത്തിപ്പ് അദാനി പോർട്സിന് കൊടുത്തിരിക്കുന്നുള്ള ഒരു ചർച്ചയോ ഒരു പറച്ചിലോ ഒന്നും ദേശീയ മാധ്യമങ്ങളിൽ കാണുന്നേ ഇല്ല. ദേശീയ മാധ്യമങ്ങൾ കാണുന്ന ഒരാൾക്ക്, നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നവർക്കും വിദേശത്തിരിക്കുന്നവർക്കും തോന്നുക അദാനിയുടെ തുറമുഖം, കേന്ദ്ര സർക്കാരിന് തുറമുഖം, നരേന്ദ്രമോദിയുടെ ചങ്ങായി അദാനി നടത്തുന്നു, ഗംഭീരം, ഇന്ത്യ കുതിക്കുന്നു, കേരളത്തിന്റെ പങ്കിനെ പറ്റി യാതൊരു പരാമർശവുമില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നത് കേരള സർക്കാർ മിണ്ടാതിരിക്കരുത്, കാമ്പയിൻ നടത്തണം. അത് മാധ്യമ പരസ്യങ്ങളിലൂടെയോ അല്ലാതെയോ ഈ ദേശീയ തലത്തിൽ, കേരളത്തിലല്ല ദേശീയ തലത്തിൽ, കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേരള ഗവൺമെന്റിന്റെ തുറമുഖമാണെന്നറിയാം. പക്ഷെ ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു ആശയ പ്രചാരണം വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ഇല്ലാത്തതുണ്ടെന്ന് പറയുകയല്ല, പക്ഷെ ഉള്ളതുപോലും ദേശീയ തലത്തിൽ അല്ലെ രാജ്യാന്തര തലത്തിൽ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെയാണ് ഇപ്പൊ MSc ഐറിന വന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2 ഇത് കമ്മീഷൻ ചെയ്തപ്പോഴും ഒക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതി. ഈ രീതിക്ക് ഒരു മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ചും IPRD ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് കാമ്പയിൻ, ഇത് വിഴിഞ്ഞത്തിന്റെ ഒരു കാമ്പയിൻ, അത് ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് സംസ്ഥാന സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യമാണ്. ഞങ്ങളൊരു നിർദ്ദേശം വെക്കുകയാണ്. ഇതിപ്പോ അദാനി തുറമുഖമാണ്, കേരളത്തിലെ തുറമുഖമാണെന്ന് പുറം ലോകം അറിയുന്നില്ല. കേരള സർക്കാർ ചെയ്ത വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത് ലോകം അറിയണമല്ലോ. പണം കേരളമാണല്ലോ, സർക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത്. അതിന്റെ പകുതി പോലും അദാനി ഗ്രൂപ്പ് ഇതുവരെ മുടക്കിയിട്ടില്ല. അടുത്ത 2, 3, 4 ഘട്ടത്തില് 10,000 കോടി അദാനി ഗ്രൂപ്പ് മുടക്കുന്നു അത് ഈ കരാർ പ്രകാരം. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത് അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം എല്ലാം ചെയ്യുന്നത് കേരള സർക്കാരാണല്ലോ. ഈ തുറമുഖത്തിന്റെ ഗേറ്റ് വേ കാർഗോ വരാൻ പോകുന്നത് ഉൾപ്പെടെ. അപ്പോ ഒരു കാര്യം ചെയ്താൽ അത് ജനങ്ങളെ അറിയിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം ഇവിടെയുണ്ട്. അതിനൊരു വഴി കേരള ഗവൺമെന്റ് കണ്ടെത്തണം. 3ാം പിണറായി സർക്കാരിലെ ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരമൊരു കാമ്പയിൻ വെറുതെയല്ല, ചെയ്ത കാര്യം ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെ നേട്ടം മറ്റുള്ളവർ കൊണ്ടുപോകുന്നു. ഒന്നും ചെയ്യാതെ മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ കേരളത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി, രാജ്യാന്തര തുറമുഖത്തിന് വേണ്ടി കാര്യമായി ഒരു സഹായവും ചെയ്യാതെ അവസാനം കിട്ടേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും ലോണാക്കി മാറ്റി കേരളത്തെ ദ്രോഹിച്ച കേന്ദ്ര സർക്കാർ മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നു. അതിന് ഉപോത്ബലകമായിട്ട് അദാനി പോർട്സിന്റെ വിശേഷങ്ങളും പറയുമ്പോൾ കേരളം എങ്ങുമില്ല എന്നുള്ളൊരു കാര്യം, സർക്കാർ എങ്ങുമില്ല. വിസിലല്ല, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് ഒരു പങ്കുള്ളത് ലോകം അറിയുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ, രാജ്യത്തും ലോകത്തുമുള്ള ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് കഴിയണം എന്ന് മാത്രമാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് പറയാൻ.